ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ജാനിക്കുട്ടി നമ്മൾ എഴുത്തിനിരുത്തി. നമ്മൾ പൂജ വെക്കുന്നത് വീട്ടിൽ തന്നെ. അന്നേരം രാവിലെ പൊന്നൂസിൻ്റെ പുസ്തകം നമ്മൾ പൂജ വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ എടുത്ത് അച്ഛൻ വന്ന് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് അതെടുത്ത് കൊടുത്ത് അതുകൊണ്ട് ഇപ്പം ജാനിക്കുട്ടി നമ്മൾ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ്. എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ അച്ഛനും ഏട്ടനും ജാനിക്കുട്ടിയും പൊന്നൂസും കൂടെ പോയെ. അങ്ങനെ അമ്പലത്തിലാണ് എഴുതിപ്പിക്കുന്നത്. ഏട്ടൻ്റെ മടിയിലിരുത്തി എഴുതിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഏട്ടൻ്റെ മടിയിലിരുത്തിയാണ് ജാനിക്കുട്ടി എഴുതിക്കുന്നത്. ഏട്ടൻ്റെ ഏട്ടനെ പഠിപ്പിച്ച സാറാണ്. അമ്പലത്തിന് തിരുമേനിയും കൂടാണ്. അപ്പോൾ തിരുമേനിയാണ് എഴുതിപ്പിക്കുന്നത്. ജാനിക്കുട്ടി ഒരു വഴക്കുമില്ലാതെ ഇരുന്ന് ഒരു നിർബന്ധമോ കാര്യങ്ങളോ കൈ കൊടുക്കാതിരിക്കുകയോ ഒന്നുമില്ല. ജാനിക്കുട്ടിക്ക് എഴുതുന്നത് ഇഷ്ടമാണ്. ജാനിക്കുട്ടി എൻ്റെ പഴയ വീഡിയോസിനൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ അറിയാം. ജാനിക്കുട്ടി അന്നേ നമ്മൾ പറയാതെ ഞാൻ എഴുതി കൊടുക്കുന്ന കണ്ട് റായും തായും ഒക്കെ എഴുതുമായിരുന്നു. അങ്ങനെ എൻ്റെ ജാനിക്കുട്ടിക്ക് എഴുതിയൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് നല്ല മിടുക്കി കൊച്ചായിട്ടിരുന്ന് എഴുതുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ സാറിൻ്റെ അടുത്ത് കാര്യവും പറയുന്നുണ്ട്. ഒരുപാട് 1-2 കുഞ്ഞുങ്ങൾക്ക് അവിടെ എഴുത്തിനിരുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ പിള്ളേരെ എഴുത്തിനിരുത്തി. എന്നിട്ട് എഴുതിപ്പിച്ച് കഴിഞ്ഞ് നേരെ പിന്നെ നമുക്ക് അവിടുന്ന് എഴുതിച്ച് കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് പ്രസാദവും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു അക്ഷരമാല ഇതും കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിനോടൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ന് എഴുതിയതിൻ്റെ. അപ്പോൾ പ്രസാദമൊക്കെ എടുത്ത് തിരുമേനി കൊടുക്കുന്നുണ്ട്. ജാനിക്കുട്ടി ഏട്ടനാണ് അത് 2 കൈയും കൊണ്ട് മേടിക്കാനൊക്കെ പഠിപ്പിക്കുക. അതിനെ ജാനിക്കുട്ടി എഴുന്നേറ്റ് നിർത്തി കാണിപ്പോൾ. പക്ഷെ അവൾ മടിയിൽ നിന്ന് എഴുന്നേക്കെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞ് എഴുന്നേക്കുന്നുണ്ട്. കണ്ടതെല്ലാം വാങ്ങിച്ച് അങ്ങനെ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കാൻ ജാനിക്കുട്ടിയുടെ കൈ കൊണ്ട് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജാനിക്കുട്ടി കൈ കൊണ്ട് തന്നെ തിരുമേനിക്ക് ദക്ഷിണയും കൊടുത്ത് അങ്ങനെ വന്ന് പിന്നെ അവിടെ എല്ലാം ജാനിക്കുട്ടിയെ കൊണ്ടുപോയി തൊഴുതിക്കാൻ കൊണ്ടുപോയായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് ഫോട്ടോസുകൾ മാത്രം പിന്നെ എടുത്തോളൂ. പിന്നെ അവിടെ ഭയങ്കര തിരക്കായിപ്പോൾ. ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ എങ്ങനെയൊക്കെയോ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ കൂട്ടത്തിൽ 2-3 ജാനിക്കുട്ടിയുടെ ഫോട്ടോസ് കണ്ട് അവിടെ തൊഴുകാൻ നിൽക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഇത്രയോട്